സന്നിധി തന്നിൽ നായക. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവരെയും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാനുള്ളതായ ഭാഗം രണ്ടാമത്തെ കൊയ്ത്ത് എന്ന ഒരു ഭാഗത്തെ ആസ്പദമാക്കിയാണ്. നമുക്ക് ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വെളിപ്പാട് 14-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യമാണ്. മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ മൂർച്ചയുള്ളൊരു കോങ്കത്തി പിടിച്ചിരുന്നു. ഇവിടെ കൊയ്ത്തിനെ കുറിച്ചാണ് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കർഷകൻ കൊയ്ത്ത് നടത്തുന്നതായ സമയത്ത് ഒരു പ്രത്യേകതരമായ ഒരു ആയുധം ആ കർഷകന്റെ കയ്യിൽ ഉണ്ടാകണം. ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊയ്ത്ത് നടത്തുവാൻ വേണ്ടി ഉള്ള ഒരു ആയുധമായിട്ടാണ് ഇവിടെ നമ്മോട് പറയുന്നത്. ഇത് സ്വർഗീയമായ ഒരു ഉത്സവമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ദൂതൻ സ്വർഗീയ ദൈവാലയത്തിൽ നിന്നും ഉയർന്നു വരുന്നു. അതായത് ഇവിടെ നമ്മോട് പറയുന്നത് സ്വർഗത്തിലെ കർത്താവായ യേശു ക്രിസ്തു ഒരു വിളവെടുപ്പ് നടത്തുവാൻ പോകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുകയുണ്ടായി, ഫലമില്ലാത്ത വൃക്ഷങ്ങളെല്ലാം നശിപ്പിച്ച് കളയണം. അപ്പോൾ ഈ കൊയ്ത്തിൻ്റെ സമയത്ത് ഫലം തരാത്തതായ വൃക്ഷങ്ങളെയൊക്കെയും ദൈവം എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇങ്ങനെ പറയുന്നത്, പുറപ്പെട്ട് അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ പരമോന്നതമായ അധികാരത്തെയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ സമ്പൂർണമായ അധികാരത്തിൽ കൂടിയാണ് നല്ല ഒരു വിളവെടുപ്പ് നമുക്ക് നടപ്പിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ വിളവെടുപ്പിന് മുൻപായി അല്ലെങ്കിൽ വിത്ത് നടുന്നതിന് മുൻപായി നിലമൊരുക്കുക എന്ന വലിയൊരു പ്രക്രിയ ഇവിടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഒരു ഉപമ പറയുകയുണ്ടായി. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. ചില വിത്തുകൾ മുള്ളിൻ്റെ ഇടയിൽ വീണു, ചില വിത്തുകൾ പാറയുടെ ഇടുക്കിൽ വീണു, ചില വിത്തുകൾ വഴിയരികിൽ വീണു, ചില വിത്തുകൾ നല്ല സ്ഥലത്തും വീണു. എന്നാൽ ഇവിടെ മുള്ളിൻ്റെ ഇടയിൽ വീണ വിത്ത് മുളച്ചു വരികയും അത് വളർന്നു വരാൻ പറ്റാത്തതായ ഒരു സാഹചര്യമായതിനാൽ അത് നശിച്ചു പോവുകയും ചെയ്തു. പാറയുടെ ഇടുക്കിൽ വീണ വിത്തും മുളച്ചു വന്നു. ആ വിത്തും മുളച്ചു വന്ന് വളരാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ അതും നശിച്ചു പോവുകയുണ്ടായി. എന്നാൽ വഴിയരികിൽ വീണ വിത്തും മുളച്ചു വരികയുണ്ടായി. പറവകൾ അതിനെ നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നല്ല സ്ഥലത്ത് വീണ വിത്ത് അത് ഫലപുഷ്ടമായ ഒരു വിളവെടുപ്പ് നൽകുകയും അത് സമ്പൂർണമായ ഒരു വിജയത്തിലേക്ക് ആ കർഷകനെ നയിക്കുകയും ഉണ്ടായി. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലം ഒരുക്കുക എന്ന വലിയൊരു ദൗത്യം ഇവിടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മോട് പറയുന്നു, മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു. എന്നാൽ ഈ കോങ്കത്തി കൊണ്ട് കറ്റ മുറിക്കുമ്പോൾ അത് നല്ല ഒരു വിളവെടുപ്പ് നൽകുന്നതായ ഒരു കാലഘട്ടത്തിൻ്റെ കറ്റയായി നമ്മൾ ഓരോരുത്തരും മാറണമെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്, ക്രിസ്തുവിനെ പോലെ ഈ ദൂതനും മൂർച്ചയുള്ള കോങ്കത്തി വഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലന്മാരിൽ കൂടിയും അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്തിൽ കൂടി നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോൾ ഈ ഒരു കൊയ്ത്തിൻ്റെ ഈ ഒരു സമയത്ത് നല്ല ഒരു വിളവെടുപ്പ് നൽകുന്നതായ നല്ല ഒരു നിലമൊരുക്കുവാനും നല്ല ഒരു വിളവെടുപ്പ് നടത്തുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പൊന്നു ദൈവമേ, പൊന്നുനാമത്തിനായി നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. ദൈവമേ, ഈ ഒരു വിളവെടുപ്പിൻ്റെതായ സമയത്ത് ഫലപുഷ്ടമായ ഒരു വിളവെടുപ്പ് നടത്തുവാൻ അങ്ങ് സഹായിക്കണം. അതിനുവേണ്ടി വേണ്ടുന്നതായ നിലമൊരുക്കുവാനും മറ്റെല്ലാവിധ കാര്യാദികളിലും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.